അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും വരാറുണ്ട്. അത്തരം സമയങ്ങളിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വിളിക്കുന്നത് നമ്മുടെ ജഗന്നിയന്താവായ അള്ളാഹുവിനെയാണ്. കാരണം പരിഹാരം അവൻ്റെ പക്കൽ മാത്രമാണ്. വേറെ ആരൊക്കെ ശ്രമിച്ചാലും അതിന് ചെറിയൊരു സമാധാനം ലഭിക്കുമെങ്കിലും ശാശ്വതമായ പരിഹാരം നൽകാൻ ആർക്കും സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും അവസ്ഥകളിൽ നാം മനസ്സറിഞ്ഞ് വിളിക്കുന്നത് അള്ളാഹുവിനോടാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രത്യേകമായ ഒരു വചനത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവേ, നീ എന്നെ സഹായിക്കണമേ, എനിക്കെതിരിൽ നീ സഹായിക്കരുതേ എന്ന് തുടങ്ങുന്ന വളരെ മൂല്യമുള്ള ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് അതല്ലെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സ്വസ്ഥതയും സമാധാനവുമൊക്കെ റബ്ബിൽ നിന്ന് ലഭിക്കാനുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആ ചെയ്യാനുള്ള അമൂല്യമായ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. അത് എങ്ങനെയാണ്, അത് ചെയ്താലുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് വെറും ഒരു വാക്കല്ല. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രയാസങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും അർത്ഥപൂർണമായ ഒരു വാക്യമാണ്. ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെയും സഹായത്തെയും തേടുന്ന ആത്മാർത്ഥമായ ഒരപേക്ഷയാണ് ഈ പ്രാർത്ഥന. ഹദീസിലൂടെ വന്നിട്ടുള്ള ആ പ്രാർത്ഥന നമുക്കൊന്ന് പഠിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത് ഉരവിട്ടുകൊണ്ട് നമ്മുടെ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാം. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വൻസുർനി വലാ തൻസുർ അലയ്യ. പടച്ചവനെ, എനിക്ക് നീ സഹായം നൽകണേ, എനിക്കെതിരിൽ നീ സഹായിക്കരുതേ. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കോ പ്രതികൂല സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വന്തം ബലഹീനതകൾക്കോ നമ്മളെ കീഴ്പ്പെടുത്താൻ നീ അനുവദിക്കരുതേ പടച്ചവനെ. വംകുർലി വലാ തംകുർ അലയ്യ. പടച്ചവനെ, എനിക്ക് വേണ്ടി നീ തന്ത്രം മെനയണമേ, എനിക്കെതിരെ നീ തന്ത്രം മെനയരുതേ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ജ്ഞാനവും ആസൂത്രണവും നമുക്കനുകൂലമാകാനാണ്. നമ്മുടെ ശത്രുക്കളുടെ ദുഷിച്ച തന്ത്രം നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതാണത്. പിന്നെയോ വഹ്ദിനി വയസ്സിരിൽ ഹുദാലി. പടച്ചവനെ, നീ എന്നെ നേർവഴിയിലാക്കണമേ, നേർവഴി എനിക്ക് നീ എളുപ്പമാക്കണമേ. വൻസുർനി അലാ മൻ ബഗാ അലയ്യ. പടച്ചവനെ, എനിക്കെതിരെ അക്രമം കാണിക്കുന്നവർക്കെതിരിൽ എനിക്ക് നീ സഹായം നൽകണമേ അല്ലാ. റബ്ബി ജഅൽനി ലക ശക്കാറ. അള്ളാഹുവെ, നിനക്ക് വേണ്ടി ധാരാളം നന്ദി രേഖപ്പെടുത്തുന്നവനാക്കണേ. ലക ദക്കാറ. നിന്നെ ധാരാളമായി സ്മരിക്കുന്നവനാക്കണേ. ലക റഹാബ. നിന്നോട് നല്ല ഭയഭക്തിയുള്ളവനാക്കണേ. ലക മിത്വാ. അള്ളാഹുവെ, നിന്നോട് പൂർണ്ണമായ അനുസരണമുള്ളവനാക്കണേ. ലക മുഖ്ബിതൻ ഇലൈക്. നിന്നിലേക്ക് വിനയത്തോടെ മടങ്ങുന്നവനാക്കണേ. അവ്വാഹൻ മുനീബ. അള്ളാഹുവെ, നിന്നിലേക്ക് കേഴുന്നവനാക്കണമേ. റബ്ബി തഖബ്ബൽ തൗബതി. പടച്ചവനെ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. വ അഗ്സിൽ ഹൗബതി. എൻ്റെ പാപങ്ങൾ നീ കഴുകിക്കളയണേ. വ അജിബ് ദഅവതി. എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ. വ സബ്ബിത് ഹുജ്ജതി. പടച്ചവനെ, എൻ്റെ വാദത്തെ, അതല്ലെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതിനെ എനിക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. അതല്ലെങ്കിൽ എൻ്റെ വാദത്തെ നീ ഉറപ്പിക്കണമേ, സത്യത്തിൽ നീ എന്നെ ഉറപ്പിക്കണമേ. വസദ്ദിദ് ലിസാനി. എൻ്റെ നാവിനെ നീ നേരെയാക്കണേ. വഹ്ദി ഖൽബി. എൻ്റെ ഹൃദയത്തെ നീ സന്മാർഗത്തിലാക്കണേ. വസ്ലുൽ സഖീമത സ്വദ്രി. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിലുള്ള വിദ്വേഷം, പകയും അസൂയയും കുനിഷ്ടും കുബുദ്ധിയുമെല്ലാം നീ മാറ്റിത്തരേണമേ. ഇതാണ് ആ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും. എത്ര അർത്ഥവത്തായ പ്രാർത്ഥന, എത്ര മൂല്യമുള്ള പ്രാർത്ഥന. നമ്മുടെ ജീവിതവുമായി ബന്ധിച്ച,
നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിമഹത്തായ ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഈ ദുആ നാം എല്ലായ്പ്പോഴും ആവർത്തിച്ചു പറയണം. സാധിക്കുമെങ്കിൽ എല്ലാ നമസ്കാര ശേഷവും നാം ഈ ദുആ പതിവാക്കണം. അതോടൊപ്പം തന്നെ പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മളുടെ ജീവിതത്തെ പർവ്വത സമാനമായി ഭേദിക്കാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമായി നിൽക്കുമ്പോൾ നാഥനായ റബ്ബിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായ മനസ്സോടെ എൻ്റെ റബ്ബെനിക്ക് തീർച്ചയായും ഉത്തരം നൽകുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥന നാം ചൊല്ലുക, നാം ദുആ ചെയ്യുക. തീർച്ചയായും നമുക്ക് ഉത്തരം ലഭിക്കും. അമൂല്യമാണ്, വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പ്രാർത്ഥന കാണാതെ പഠിക്കുകയും എല്ലായ്പ്പോഴും ഉരവിടുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാഥനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും മാറ്റി അള്ളാഹു എല്ലാ അവസ്ഥകളും നമുക്ക് അനുകൂലമാക്കി അവനിലേക്ക് കൂടുതൽ മടങ്ങാൻ പര്യാപ്തരായ നിലയിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തെ മാറ്റി നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ സ്വഭാവത്തെ എല്ലാം അള്ളാഹുവിന് അഭീഷ്ടത്തിനനുസൃതമാക്കി തീർക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.